ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലം തരേണ്ടത് ആ സർവേശ്വരനാണ്, ഈ കാടിന്റെ നാഥൻ. മോളെന്തിനെ പേടിക്കണേ? വിശ്വസനല്ലേ കൊണ്ടോണേ? മോളുടെ വിശ്വസനല്ലേ? അച്ഛനില്ലേ? മോള് പേടിക്കണ്ട കേട്ടോ. മക്കൾ അള്ളി പിടിച്ചിരിക്കണേ, പിടിപിടരുത് കേട്ടോ. പപ്പി പിടിവിടല്ലേ പപ്പി കേട്ടാ. മോള് പേടിക്കണ്ട. വിഷ്ണുച്ച, എനിക്ക് പേടിയാ. വിഷ്ണുച്ചില്ലേ? വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. വിഷ്ണുട്ടാ, വിഷ്ണുച്ച, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, പേടിക്കണ്ട. വിശ്വസിച്ചില്ലേ? നമ്മള് വീഴോ? പേടിക്കണ്ട കേട്ടോ. വിഷ്ണുച്ച എത്തിയോ? പപ്പി ദേ നമ്മളിപ്പെത്തേ, നമ്മളിപ്പെത്തു. ഉറക്കെ പിടിക്കണേ. വിഷ്ണുട്ടാ, പപ്പി, മോളെ, മോളെ വാ. പപ്പി, പപ്പി. ചത്ത് ജീവിക്കായിരുന്നു. ഈശ്വരാ, ഞാൻ പറഞ്ഞില്ലടോ, നമ്മുടെ മക്കളെ കൊണ്ട് ഞാൻ വരുന്നു. തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല, അപ്പോഴും എന്റെ മനസ്സ് പതറിയില്ല. കാരണം ഇവരല്ലേ നമ്മുടെ എല്ലാം. കണ്ടില്ലേ ഈ സന്തോഷം, ഈ സമാധാനം, ഈ കണ്ണീർ കാഴ്ച? ഇത് കാണുമ്പോഴാണ് നമ്മളെടുത്തത് എത്രയോ വലിയ ജോലിയാണെന്ന് മനസ്സിലാവുന്നത്. കണ്ടില്ലേ, നമ്മൾ സഹായിച്ചു നൽകിയത് ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ്, അവരുടെ പുനർജന്മം. വിഷ്ണുട്ടാ, ഇവരുടെ കയ്യിലും കാലിലും ഒക്കെ പോറലുണ്ടല്ലോ. വിഷ്ണുട്ടാ, നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു മൊത്തത്തില് ഒന്ന് ചെക്കപ്പ് ചെയ്യണം. എവിടെയെങ്കിലും തട്ടോ മുട്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ വിഷ്ണുട്ടാ. കൊണ്ടുപോ, ഇപ്പൊ തന്നെ പോവാം. മക്കളെ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുണ്ടോ? ചെന്നു വീണത് പുല്ലിലാണ്, അതുകൊണ്ടാ കാര്യമായ ക്ഷതങ്ങളൊന്നും പറ്റാത്തത്. പിന്നെ ഊർന്നിറങ്ങിയപ്പോഴുണ്ടായ പോറലുകളാണിതെല്ലാം. അത് 2 ദിവസം കൊണ്ട് ഉണങ്ങിക്കോളും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നിങ്ങളെല്ലാരും കൂടി തിരിച്ചു തന്നേ.
ഇതിന് പകരം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. എന്ത് ചെയ്താലും മതിയാവൂല. ഞങ്ങളുടെ സ്വത്ത് സമ്പാദ്യമല്ല ഞങ്ങളുടെ ഈ മക്കള്. അങ്ങയുടെ ഉറച്ച തീരുമാനങ്ങള് ഞങ്ങളുടെ കുട്ടികൾക്ക് രക്ഷയായത്. ഞങ്ങൾ ഈ ജന്മം മുഴുവൻ അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഞങ്ങളുടെ ഈ സന്തോഷം തിരിച്ചു തന്നതിന്, ഞങ്ങളിങ്ങനെ സഹായിച്ചതിന് ഞങ്ങൾ അങ്ങക്ക് എന്താ ചെയ്തു തരേണ്ട? എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാ. ഒരച്ഛന്റെ സ്നേഹമാണ് ഞാൻ ഇവിടെ കണ്ടത്. അപകടമാണെന്നറിഞ്ഞിട്ടും മക്കളുടെ രക്ഷയോർത്ത് അപകടത്തിലേക്ക് എടുത്തു ചാടാൻ മക്കളെ സ്നേഹിക്കുന്നൊരച്ഛനെ കഴിയൂ. പിന്നെ ഇവിടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ സേവകരാണ് ഞങ്ങൾ. ആ ശക്തിയെയും ശക്തിയുടെ ആജ്ഞകളെയും ശിരസാ വഹിക്കുന്നവർ. നിങ്ങള് ചെന്ന് നിന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലേ? ആ ശക്തിയുടെ സംരക്ഷണമാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചത്. ഇനി ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലം തരേണ്ടത് ആ സർവേശ്വരനാണ്, ഈ കാടിന്റെ നാഥൻ. അത് ഞങ്ങൾക്ക് സമയാസമയത്ത് അവിടുന്ന് തന്നോളും. മാഡം, കുട്ടികളെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പോവാം. ഞങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് ആക്കിയാൽ മതി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചോളാം. കാട് കാണാൻ എത്തുന്നവർ ഇതുപോലുള്ള അപകടങ്ങളിൽ പെട്ട് കഴിയുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ വിവരം അറിയുന്നത് തന്നെ. പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തി വരുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരുടെ നില ഗുരുതരമാവും. അതിന്റെ പഴിയും ഞങ്ങൾ കേൾക്കേണ്ടിയും വരും. വരുന്നവര് ഞങ്ങളുടെ നിർദ്ദേശത്തോടെ കാട് സന്ദർശനം നടത്തിയാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതാരും ചെയ്യാറില്ല. മാഡത്തിനും കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുക. ഞങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയില്ല, അത് തന്നെ വലിയ ഭാഗ്യം. മാഡം, നമുക്കങ്ങോട്ട് പോവാം. ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തന്ന ഇവിടുത്തെ കാടിന്റെ ശക്തിക്ക് മുന്നിൽ തിരികൊളുത്താനായിട്ട്.